പീഡനക്കേസ് പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം ബംഗളൂരുവിൽ പിടിയിലായി. വയനാട് വൈത്തിരി സ്വദേശി ഹാരിസ് ആണ് പിടിയിലായത്. MLA ഹോസ്റ്റൽ ജീവനക്കാരി വസ്ത്രമാറുന്ന ദൃശ്യം പകർത്തിയാണ് ഇയാൾ പീഡിപ്പിച്ചത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അജീഷ്, ഈ പീഡനക്കേസ് പ്രതി പിടിയിലാകുന്നത് ബംഗളൂരുവിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്ങനെയാണ് ഇയാൾ വലയിലായത്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, 2021 ഈ പ്രതി ഈ സ്ത്രീയെ പീഡിപ്പിച്ചത്. ആദ്യം വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയുമായി അടുക്കുകയായിരുന്നു. അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം തിരുവനന്തപുരം MLA ഹോസ്റ്റലിൽ ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന മലബാർ കിച്ചണിൽ ഈ പ്രതി എത്തി. അവിടെ നിന്ന് ഈ സ്ത്രീ വസ്ത്രം മാറുന്നത് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഇത് കാണിച്ച് പലതവണ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളും മൊബൈലിൽ ചിത്രീകരിച്ചു. ഈ പെൺകുട്ടിയെ മദ്യം കുടിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നതും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. ശേഷം ഈ ചിത്രങ്ങളും ഈ വീഡിയോകളും പെൺകുട്ടിയുടെ വാട്സപ്പ് ഫോണിൽ അയച്ചു കൊടുത്തു. മാത്രമല്ല ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയും പിന്നെയും നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് പെൺകുട്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതി നൽകിയതിനെ തുടർന്ന് ഈ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ബംഗളൂരുവിൽ ജോലി നോക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതായിരിക്കും. വയനാട് വൈത്തിരി സ്വദേശി ആണ് ഈ പ്രതി. ശരി, അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.